എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിന്ന്. ബേഡ് ആക്ടിവിറ്റി ഉള്ളൊരു ദിവസം നോക്കി കുറച്ച് ഫോട്ടോസ് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകൾ, ബേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ ഇൻസെക്ട്സ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കാഴ്ചയായിരിക്കും ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോയും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പരിഗണിക്കുക. നിങ്ങളിപ്പോൾ കാണുന്നത് വെട്ടിപ്പഴം എന്നൊക്കെ ഇവിടെ അറിയപ്പെടുന്ന ഒരുതരം കാട്ടുചെടിയാണ്. അതിൻ്റെ പഴമാണ്. ഇതിനൊരു പുളിപ്പും മധുരവും ചെറിയൊരു ചവർപ്പും എല്ലാം കൂടി ചേർന്നുള്ളൊരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യുക. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഇംഗ്ലീഷിൽ പിൽ മില്ലിപ്പേഡ് എന്നറിയപ്പെടുന്ന ഈ വട്ടട്ടയെ നമ്മൾ കാണുന്നത്. ചില പ്രദേശങ്ങളിൽ ഇതിനെ വട്ടട്ട എന്നും ബോളട്ട എന്നും ഒക്കെ പറയാറുണ്ട്. വളരെ സാധുവായിട്ടുള്ളൊരു ജീവിയാണ് ഈ ബോളട്ട. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു ജീവിയാണ്. കരിയിലയുടെ ഇടയിലും അതുപോലെ പാറക്കെട്ടുകളുടെ ഇടയിലുമൊക്കെ എപ്പോഴും കണ്ടുവരുന്നൊരു ജീവിയാണ് ഈ വട്ടട്ട. നമ്മളിതിൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിലോ അല്ലെങ്കിൽ അതിന് അതുപോലെയുള്ളൊരു അപകട സൂചന വല്ലതും കിട്ടുവാണെങ്കിൽ അതിൻ്റെ ശരീരം ഉരുണ്ട് ചെറിയൊരു ഗോലിയുടെ രൂപത്തിലേക്കാകും. അത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഴയ രൂപത്തിലേക്കായി ഇഴഞ്ഞു പോവുകയാണ് പതിവ്. വളരെ പാവമായിട്ടുള്ളൊരു ജീവിയാണ് ഈ വട്ടട്ട എന്ന് പറയുന്നത്. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുള്ള നാരകക്കാളി എന്നറിയപ്പെടുന്ന ചിത്രശലഭത്തിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നാരകത്തിൻ്റെ ഇലകളിലാണ് ഇവർ കൂടുതലായിട്ട് മുട്ടയിടുന്നത്. അതുകൊണ്ടാണ് നാരകക്കാളി എന്നുള്ളൊരു പേര് വന്നതിന് കാരണം. നാരകത്തിൻ്റെ ഇലയിൽ മാത്രമല്ല കറിവേപ്പിലും ഇവർ മുട്ടയിടാറുണ്ട്. അതുപോലെ ആൺ ചിത്രശലഭങ്ങളെയും പെൺ ചിത്രശലഭങ്ങളെയും നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ കഴിയും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പെൺ ശലഭത്തിനെയാണ്. അതുപോലെ കോമൺ മോർമർ എന്നാണ് ഇവർ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ഇവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളുടെയൊക്കെ പ്രദേശങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും കണ്ടുവരാറുള്ള ഒരു പക്ഷിയാണ് ഇരട്ടത്തലച്ചി. കേരളത്തിൽ പലതരത്തിലുള്ള ബുൾബുൾ വെറൈറ്റികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബുൾബുൾ ഇനമാണ് ഇരട്ടത്തലച്ചി. ഒരുപാട് നേരമായിട്ട് തീക്കുരുവികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും കുറേ നേരം കാത്തിരുന്ന ശേഷമാണ് അവരെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഇവരുടെ ആൺപക്ഷികളെയും പെൺപക്ഷികളെയും തമ്മിൽ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ആൺപക്ഷികൾക്കാണെങ്കിൽ കഴുത്തിലും അതുപോലെ തലയിലും പുറംഭാഗത്തും എല്ലാം നല്ല കറുത്ത കളറും അതുപോലെ ബാക്കിയുള്ള ശരീരഭാഗത്ത് നല്ല തീക്കനൽ പോലെ ചുവന്ന കളറുമായിരിക്കും. പെൺപക്ഷിയുടെ കൂടുതൽ ശരീരഭാഗങ്ങളും കാണപ്പെടുന്നത് പച്ചയും മഞ്ഞയും കലർന്ന ഒരു നിറത്തിലായിരിക്കും. ഇവരുടെ തലയുടെ പുറകിലായിട്ട് ചെറിയൊരു ഗ്രേ കളറും കാണപ്പെടാറുണ്ട്. അതുപോലെ പ്രായപൂർത്തിയാകാത്ത ചെറിയ കുഞ്ഞുങ്ങളെ കാണാൻ ഏകദേശം പെൺപക്ഷികളെ പോലെ തന്നെ ഉണ്ടാകും. ഉയരം കൂടിയ വൃക്ഷങ്ങളിലാണ് കൂടുതൽ സമയം തീക്കുരുവികൾ സമയം ചെലവഴിക്കാറുള്ളത്. ഈ വൃക്ഷങ്ങളുടെയൊക്കെ ഇടകളിലുള്ള പാറ്റകളും അതുപോലെ തന്നെ ഇലകൾക്കിടയിലുള്ള ചെറിയ ചെറിയ പുഴുക്കളെയെല്ലാമാണ് ഇവർ ആഹാരമാക്കുന്നത്. കൂടുതൽ സമയം കാടിനുള്ളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയാണ് തീക്കുരുവികൾ. എന്നാൽ കാടിനോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇവരെ കണ്ടുവരാറുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് പേഴുമരം. വലിയ വരൾച്ചയെയും കാട്ടുതീയെയും ഒക്കെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു മരമാണ് പേഴ്. ഇതിൻ്റെ കായ് മൃഗങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും കുരുവിന് വിഷാംശമുണ്ട്. അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു മരം കൂടിയാണ് പേഴ്. ബ്ലാക്ക് ഹെഡഡ് ഓറിയോൾ എന്നറിയപ്പെടുന്ന മഞ്ഞക്കറുപ്പിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ദേശാടനത്തിനെത്തുന്ന മഞ്ഞക്കിളിയോട് വളരെയധികം സാദൃശ്യമുള്ളൊരു കിളിയാണ് മഞ്ഞക്കറുപ്പൻ. വളരെ മനോഹരമായിട്ടുള്ളൊരു ശബ്ദത്തിന് ഉടമ കൂടിയാണ് ഈ മഞ്ഞക്കറുപ്പൻ. ഇലകളിൽ നിന്നുമൊക്കെയുള്ള പുഴുക്കളെയാണ് ഇവർ ആഹാരമായി സ്വീകരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മളുടെയൊക്കെ മുറ്റത്തെത്തുന്നൊരു പക്ഷിയാണ് കരിയിലക്കിളികൾ. ഇവരുടെ കാഴ്ചകൾ നമ്മളെല്ലാവരും എല്ലാ ദിവസവും കാണുന്നതായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കൊരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയൊന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല. പിന്നെ കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് പകർത്തിയെന്നേ ഉള്ളൂ. കരിയിലക്കിളികളെ നമ്മുടെ നാട്ടിൽ എല്ലാ സമയത്തും കാണാൻ കഴിയുമെങ്കിലും എല്ലാ സമയത്തും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയാത്ത ഒരാളാണ് ഈ ചെന്തലയൻ വേലിത്തത്ത. ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീ ഈറ്റർ എന്നാണ് ഇവർ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. വളരെ വേഗത്തിൽ പറന്നു ചെന്ന് ചെറിയ പ്രാണികളെയും തുമ്പികളെയും എല്ലാം വേട്ടയാടുന്നതാണ് ഇവരുടെ ഒരു ആഹാര രീതി. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഈ പക്ഷികളെ സാധാരണയായി മഴക്കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടാറില്ല.
പ്രകൃതിയിലെ രസകരമായിട്ടുള്ള കാഴ്ചകൾ തേടിയാണ് എൻ്റെ യാത്രകൾ. അത്തരത്തിലുള്ളൊരു യാത്രയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചത്. ഇത്തരത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ ഇത്തരം കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.